ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 22. മതനിരപേക്ഷതയുടെ മിഴിനീർക്കണം. നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഏറ്റവും വലിയ വിപത്ത് ഹിന്ദുത്വ വർഗീയതയാണെന്ന് തിരിച്ചറിയുകയും അതിനെ നേരിടാൻ എല്ലാ മനുഷ്യസ്നേഹികളും ഒത്തൊരുമിച്ച് അണിനിരക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ട ഒരു ദിനമാണ് ഇന്ന്. നമ്മുടെ സംസ്കാരങ്ങളെയും കലകളെയും വിശ്വാസങ്ങളെയും ഭക്തിയെയും ക്ഷേത്രങ്ങളെയും നാം കഴിക്കുന്ന ഭക്ഷണത്തെയും ധരിക്കുന്ന വസ്ത്രത്തെയും ഉപയോഗിക്കുന്ന നിറത്തെയും തൊടുകുറികളെയും എല്ലാം ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ അടയാളങ്ങളായി രൂപാന്തരപ്പെടുത്താൻ തീവ്ര ശ്രമം നടക്കുന്ന ഒരു കാലം. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും അവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങും. എവിടെയും ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ പണിയുന്നതിന് ആരും എതിരല്ല. പക്ഷേ അയോധ്യയിലെ സ്ഥിതി എന്താണ്? അവിടെ 4.5 നൂറ്റാണ്ടിലേറെ നിലനിന്ന ബാബരി മസ്ജിദ് പൊളിച്ചെടുത്താണ് രാമക്ഷേത്രം പണിയുന്നതെന്നത് ഗൗരവതരമായ ഒരു കാര്യം. മതനിരപേക്ഷതയും ബഹുസ്വരതയും അടിത്തറയായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്താണ് സർക്കാർ ചെലവിൽ ക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയുമെന്നത് അതിലേറെ ഗൗരവമുള്ള സംഗതി. ഇത് ഹിന്ദുത്വ ഇന്ത്യയുടെ നിർമ്മിതിക്കായുള്ള നീക്കമാണ്. സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ മതവൽക്കരണമാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന വിരുദ്ധവുമാണ്. ഭരണഘടനയിലെ മതനിരപേക്ഷ സമീപനം അനുസരിച്ച് മതം വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമാണ്. രാഷ്ട്രീയത്തിൽ അതിന് സ്ഥാനമില്ല. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയോടെ സെക്കുലറിസം ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. മതത്തിന് രാഷ്ട്രഭരണത്തിൽ ഇടപെടാനാകില്ല. ഈ ഭരണഘടനാ മൂല്യങ്ങളെല്ലാം അട്ടിമറിച്ചാണ് മോദി ഭരണം ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ചത് ക്രിമിനൽ കുറ്റമാണെന്ന് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പറഞ്ഞെങ്കിലും അതിനൊപ്പം തന്നെ നിയമവും നീതിയും യുക്തിയുമില്ലാത്ത ഒരു അന്തിമ വിധിയും പ്രഖ്യാപിച്ചു. മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിയാമെന്നായിരുന്നു ആ തീർപ്പ്. അയോധ്യയിൽ ഹിന്ദുത്വയുടെ അജണ്ടയ്ക്ക് സുപ്രീം കോടതിയും അരുനിന്നെന്ന് പറയാതെ വയ്യ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ തിരക്കിട്ട പ്രതിഷ്ഠയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നതും കോടികൾ മുടക്കി അതിൻ്റെ പ്രചാരണ കോലാഹലവും. സമൂഹത്തെ വർഗീയമായി ചേരിതിരിക്കുകയാണ് ഉന്നം. എല്ലാ ആചാരമര്യാദകളും ലംഘിച്ചാണ് തിരക്കിട്ട് പ്രതിഷ്ഠയെന്ന് ചൂണ്ടിക്കാട്ടി പുരി ദ്വാരക ശങ്കരാചാര്യമാരും ചില ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ടെന്ന് ഇതോടൊപ്പം കാണണം. 1528 സ്ഥാപിക്കപ്പെട്ട ബാബറി മസ്ജിദ് 1992 വരെ അവിടെ ഉണ്ടായിരുന്നു. 1870 തയ്യാറാക്കിയ ഫൈസാബാദ് ജില്ലയുടെ സർവേയിലും പിന്നീട് അത് പകർത്തിയ 1905 ഗസറ്റിയറിലുമാണ് ഒരു തെളിവുമില്ലാതെ അമ്പലം പൊളിച്ചാണ് മസ്ജിദ് പണിതതെന്ന കള്ളക്കഥയുടെ തുടക്കം. 1949 ഒരു അത്ഭുതമെന്ന പോലെ മസ്ജിദിൽ രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു. അന്നു മുതൽ സംഘപരിവാറുമായി കോൺഗ്രസിൽ ചിലരുടെ ഒത്തുകളിയുടെ ചരിത്രവും തുടങ്ങുന്നു. പിന്നെ പൂട്ട് തുറന്നുകൊടുക്കൽ, രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ശിലാന്യാസം. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്ത് ഹിന്ദുത്വ വർഗീയവാദികൾ അലറി വിളിച്ചപ്പോൾ പ്രധാനമന്ത്രി നരസിംഹറാവു മൗനം പാലിച്ചു. സുരക്ഷാസേന കയ്യും കെട്ടി നോക്കി നിന്നു. തുടർന്ന് ഹിന്ദുത്വ വർഗീയത രാജ്യത്ത് ഭ്രാന്തവേഗത്തിൽ പടർന്നു പിടിക്കുകയായിരുന്നു. 2002 ഗുജറാത്ത് വംശഹത്യ ഹിന്ദുത്വ അജണ്ടയുടെ മറ്റൊരു പരീക്ഷണം. 2014 19 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി BJP അധികാരത്തിൽ വന്നതോടെ ഹിന്ദുത്വ അജണ്ടകൾ അതിവേഗം ഒന്നൊന്നായി നടപ്പാക്കുകയാണ്. ഒടുവിലിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന RSSകാരൻ്റെ കാർമ്മികത്വത്തിൽ വിഗ്രഹ പ്രതിഷ്ഠയും നടക്കുന്നു. രാമഭക്തനായിരുന്ന മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ ശിഷ്യനായ മോദിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാമപ്രതിഷ്ഠ ശ്രീരാമനെ അപമാനിക്കൽ തന്നെ. രാമനെ വാൽമീകി അവതരിപ്പിച്ചത് മനുഷ്യനായാണ് എന്നുകൂടി അറിയുക. അദ്ദേഹം നാരദനോട് ചോദിച്ചത് ലോകത്തിപ്പോൾ ജീവിച്ചിരിക്കുന്ന നല്ല മനുഷ്യൻ ആരെന്നായിരുന്നു, ഉത്തമനായ ദേവൻ ആരെന്നല്ല. അവിടെ നിന്നാണ് രാമനിലേക്ക് വാൽമീകി എത്തുന്നത്. നാ മാനുഷ്യനാൽ ശ്രേഷ്ഠതരം നാ കിഞ്ചിത്, മനുഷ്യരെക്കാൾ ശ്രേഷ്ഠരായി മറ്റാരുമില്ല എന്നാണ് രാമായണത്തിൻ്റെ സന്ദേശമെന്ന് പണ്ഡിതരിൽ പണ്ഡിതനായിരുന്ന കുപ്പുസ്വാമി ശാസ്ത്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാമായണം സാഹോദര്യത്തിൻ്റെ ശ്രേഷ്ഠ രൂപത്തെ ആവിഷ്കരിച്ച കൃതിയാണെന്ന് കുട്ടിക്കൃഷ്ണമാരാരും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള രാമനെ മറച്ചുവെച്ചാണ് കപടകഥകൾ പറഞ്ഞ് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്.
മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി രാജാധികാരത്തെ നിസ്സന്ദേഹം വലിച്ചെറിഞ്ഞ രാമനെയാണ് രാമായണം കാണിച്ചു തരുന്നത്. ആ രാമനെ ഹിന്ദുത്വ ശക്തികളുടെ അധികാരം നിലനിർത്താനും പിടിച്ചെടുക്കാനുമായി ദുരുപയോഗിക്കുന്ന കാഴ്ചയാണ് ഏറെ നാളുകളായി രാജ്യം കാണുന്നത്. അതിൻ്റെ തുടർച്ചയാണ് അയോധ്യയിലും നടക്കുന്നത്. മതസൗഹാർദ്ദവും സാഹോദര്യവും തകർത്ത് ജനഹൃദയങ്ങളെ പിളർക്കാനും ചേരിതിരിക്കാനുമുള്ള ശ്രമം. ഈ ഹിന്ദുത്വ വർഗീയ ഫാസിസത്തിനെതിരെ ഐക്യത്തോടെ അണിനിരക്കുകയാണ് ഇന്ത്യയെ സ്നേഹിക്കുന്നവരുടെ അടിയന്തര കടമ.